പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. നിനക്ക് തരാൻ ദിവസങ്ങളോളം സ്വരുക്കൂട്ടി വെച്ച 100 കൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിന് ഒരേ ഒരു ഫോൺ കോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കാതിരിക്കുന്ന എങ്ങനെ? പറയൂ. ഇത്രയും വലിയ ഷോക്ക് തന്ന് എന്റെ ജീവിതം നശിപ്പിച്ചെന്തിനാ? പറയൂ. ഗൾഫിലെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസ്യനാക്കി. നാണക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല. അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്ന എന്റെ ജോലി പോയി. ജീവിതത്തോടെ എനിക്ക് പകയായി. നാടും വീടും വിട്ടു. കുടിച്ച് ലക്കുകെട്ട് ഓടെ കടന്നു. എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി. അങ്ങനെ അടി ഞാനൊരു പീറ എഴുത്തുകാരനായത് അറിയാമോ നിനക്ക്? വിടില്ല നിന്നെ ഞാൻ. എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല. പറ. എനിക്കൊന്നും പറയാനില്ല. എന്നെ കൊന്നോളൂ. സന്തോഷത്തോടെ ഞാൻ മരിക്കും. എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് ഞമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പഠിച്ചോലേ നിങ്ങള് കാത്തോളീ എന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പത്തന്നെ പൊരിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിന് അപ്പം അവിടെ നിന്ന് ഭയങ്കരം തന്നെ. അപ്പ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ.
ബൈക്ക് ബൈക്ക്. ആ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഓ ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവണതീർന്നേ. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ഹരിതമനോജ്ഞം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കണം. അതെ, പാടാൻ അനുവദിക്കണം. ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എന്നെ വരിയെടുക്കാം. എന്താ ഈ ഇന്ത്യൻ പോലീസിന് പെരുമാറുന്നത്? പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടെ വന്നതിന്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എന്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്. അലമുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു വാക്ക് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എന്റെ അച്ഛന്റെ മുഖം കാണുന്നു. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്ത് ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറഞ്ഞു. ആ പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്.